പത്തനംതിട്ട അടൂരിലെ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ ജോയലിന്റെ മരണത്തിൽ വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കാൻ കുടുംബം. പോലീസ് മർദ്ദനമാണ് ജോയലിന്റെ മരണത്തിന് കാരണം എന്ന് കുടുംബം ആരോപിച്ചിരുന്നു. മകൻ പാർട്ടിക്ക് വേണ്ടി ജീവിച്ചയാൾ ആയിരുന്നതിനാൽ ഒരു വട്ടം കൂടി CPM നേതൃത്വത്തിന് പരാതി നൽകുമെന്നും പിതാവ് ജോയ്ക്കുട്ടി 24നോട് പറഞ്ഞു. പാർട്ടി രഹസ്യങ്ങൾ ജോയൽ പുറത്തു പറയുമോ എന്ന ഭയം മൂലം CPIM പ്രാദേശിക നേതാക്കളാണ് പോലീസ് മർദ്ദനത്തിന് ഒത്താശ ചെയ്തെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. അടൂര് CPMന്റെ ചില കാര്യങ്ങൾ പുറത്തു വരുമെന്നുള്ള കണക്കൂട്ടിക്കൊണ്ട് തന്നെയാണ് അവനെ പോലീസിനെ കൊണ്ട് പറയിപ്പിച്ച്. ഈ പറയുന്ന യു ബിജു അന്ന് CA എന്ന് യു ബിജു എൻ്റെ പിറ്റേ ദിവസം ഞാൻ എൻ്റെ മോൻ്റെ കാറ് എടുക്കാൻ ചെന്നപ്പോൾ ജാമ്യത്തിലെടുക്കാൻ ചെന്നപ്പോൾ അയാൾ എന്നെ വിളിച്ചിരുത്തി എന്നോട് സംസാരിച്ചാൽ ഞാൻ നിരപരാധിയാണ്, എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചാന്ന് പറഞ്ഞു. പുറത്താക്കിയെന്ന് CPM പറയുന്നത് കള്ളമെന്നും ജോയലിന്റെ പിതാവ് ജോയ്ക്കുട്ടി 24നോട് പൂർണ്ണമായി ഞാൻ തള്ളിക്കളയും. കാരണം പറഞ്ഞാൽ എൻ്റെ മോന് പാർട്ടിയിലെ DYFന്റെ അടൂരിൻ്റെ മേഖലാ സെക്രട്ടറിയാണ്. അതിനുള്ള മരിച്ചപ്പോൾ അതിൻ്റെ ആദരാഞ്ജലി വെച്ചുള്ള ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ മരിച്ചപ്പോൾ അവരവരുടെ പതാക പുതപ്പിച്ച് അവർ മരിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ രേഖ എൻ്റെ കയ്യിലുണ്ട്. ഭരണത്തിൻ്റെ അവരുടെ പതാക പിന്നെ എന്തിനിട്ടു, പാർട്ടിക്കാരനല്ലെങ്കിൽ എന്തിനിട്ടു? കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കുമെന്നും പിതാവ് പറഞ്ഞു. മകൻ പാർട്ടിക്ക് വേണ്ടി ജീവിച്ച ആളായതിനാൽ ഒരു വട്ടം കൂടി CPM നേതൃത്വത്തിന് പരാതി നൽകുമെന്നും കുടുംബം വ്യക്തമാക്കി. കേസിൽ പുനരന്വേഷണം വേണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ഹൃദയാഘാതത്തെ തുടർന്നാണ് ജോയൽ മരിച്ചതെന്നും പാർട്ടിക്ക് സംഭവവുമായി ബന്ധമില്ലെന്നും CPIM നേതൃത്വം പ്രതികരിച്ചു. 24 പത്തനംതിട്ട. കൊല്ലത്ത് ദളിത് യുവാവിനെ പോലീസ് ആളുമാറി മർദ്ദിച്ച സംഭവത്തിൽ 1 വർഷം കഴിഞ്ഞിട്ടും അന്വേഷണം എങ്ങും എത്തിയില്ല. SI മനോജ് ചട്ടലംഘനം നടത്തിയെന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് നൽകിയിട്ടും നടപടിയുണ്ടായില്ല. ചടയമംഗലം സ്വദേശി സുരേഷിനെയാണ് കാട്ടാക്കട SI മനോജ് വീട് കയറി ആക്രമിച്ചത്. തന്റെ ജീവന് ഭീഷണിയുണ്ടെന്നും നീതി ലഭിക്കുന്നതുവരെ പോരാട്ടം തുടരുമെന്നും സുരേഷ് 24നോട് പറഞ്ഞു. 2024 ഓഗസ്റ്റിലായിരുന്നു സംഭവം. കുടുംബത്തോടൊപ്പം ഇരിക്കുമ്പോൾ കാട്ടാക്കട SI മനോജ് ചടയമംഗലത്തുള്ള വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. തടയാൻ ശ്രമിച്ച ഭാര്യയെയും മർദ്ദിച്ചു. കാട്ടാക്കട SI എന്നെ ഇവിടെ വന്ന് വിലങ്ങ് വെച്ച് 3 ഗുണ്ടാപ്രതികളെയും കൂടെ കൊണ്ടുവന്ന് വിലങ്ങ് വെച്ച് ആൾമാറിയെന്ന് പറഞ്ഞിട്ട് എന്നെ ആവശ്യത്തിന് ആദ്യമേ SI അടിച്ചു. ഒരുപാട് അടിച്ച് പോലീസുകാരും SIയും കൂടെ എന്നെ അടിച്ചിട്ട് ഗുണ്ടാപ്രതികളെ കൊടുത്ത് എന്നെ അടിച്ച് ഇവിടുന്ന് കൊണ്ടുപോയി. ഗുണ്ടാപ്രതികളും എന്നെ ആവശ്യത്തിന് അടിച്ച് എൻ്റെ പെണ്ണിൻ്റെ തുണിയും കാര്യങ്ങൾ അവളെ കയറി പിടിക്കുകയും തള്ളിയുടെ എല്ലാം ചെയ്ത് ഈ ഗുണ്ടാപ്രതിയിലെ കണ്ടാലറിയാവുന്ന ഒരു പ്രതിയുണ്ട്, കാരാളി ഓണത്തുള്ള. കാട്ടാക്കട സ്റ്റേഷൻ പരിധിയിലുണ്ടായ കൊലപാതക കേസിലെ പ്രതിയെന്നാരോപിച്ചായിരുന്നു ആക്രമണം. വാഹനത്തിൽ കയറ്റിയ ശേഷവും മർദ്ദനം തുടർന്നു. ഇതിനിടെ സുരേഷ് അല്ല പ്രതിയെന്ന് തിരിച്ചറിഞ്ഞതോടെ വഴിയിൽ ഇറക്കിവിടുകയായിരുന്നു. ചടയമംഗലം സ്റ്റേഷനിൽ സുരേഷ് നൽകിയ പരാതിയിൽ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി. മനോജിന്റേത് ഗുരുതര ചട്ടലംഘനമെന്ന് ചൂണ്ടിക്കാട്ടി റിപ്പോർട്ട് നൽകിയിട്ടും അന്വേഷണം പാതിവഴിയിൽ അവസാനിച്ചു. ആരെയാണ്ട് വെട്ടിയെന്നും പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചെയ്തെന്നും പറഞ്ഞുകൊണ്ടാണ് ഇവിടെ വന്ന് വീട്ടിൽ വന്ന് മരി ചോദിച്ച് അങ്ങനെ ബസ്സിൽ എന്നെ പിടിച്ച് വിലങ്ങ് വയ്ക്കുക എല്ലാം ചെയ്യുന്നത്. ഇതിൻ്റെ യഥാർത്ഥ പ്രതിയെ കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഇറക്കി വിട്ട് ഇവിടെ വഴിക്ക് കൊണ്ടുവന്ന് പകുതിക്ക് കൊണ്ടുവന്ന് ഉപേക്ഷിച്ചിട്ട് കളഞ്ഞിട്ട് പോയി. തന്റെ ജീവന് ഇപ്പോഴും ഭീഷണിയുണ്ടെന്ന സുരേഷ്. മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടും നീതി ലഭിക്കാത്ത സാഹചര്യത്തിൽ പോരാട്ടം തുടരാൻ തന്നെയാണ് സുരേഷിന്റെ തീരുമാനം. സംഭവത്തിൽ ഏതറ്റം വരെയും പോയി തനിക്ക് നീതി കിട്ടും വരെ പോരാട്ടവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സുരേഷിന്റെ തീരുമാനം. ക്യാമറാമാൻ രാജ്കിരണിനൊപ്പം സുജിത് സുരേന്ദ്രൻ, 24 കൊട്ടാരക്കര. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.